ഹലോ എല്ലാവർക്കും സുഖമല്ലേ? സൺഡേ ആയിട്ട് എന്താ പരിപാടി? വെൽക്കം ടു മലഫിറ്റ് സ്റ്റോറീസ്. ഇന്നത്തെ ഒരു ഈസി റെസിപ്പി ആട്ടോ. ഒരു ബോളിലേക്ക് ഒരു മുട്ട ഇടാം. വെജിറ്റേറിയൻസിനാണെങ്കിൽ അതിനൊരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചാൽ മതി കേട്ടോ, മുട്ടയ്ക്ക് പകരം. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ നമ്മൾ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ചതച്ച മുളക് 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് ഒക്കെ കൂടി മിക്സ് ചെയ്യുക. കളർ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ അധികം അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്, അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ നീര് ഉപയോഗിച്ചാൽ മതി കേട്ടോ കളറിന് വേണ്ടി. ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോന് വേണ്ടിയിട്ട് മാത്രമാണ് കളർ ഉപയോഗിച്ച്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കളർ അവോയ്ഡ് ചെയ്യുന്നതന്നെ നല്ലത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ മെയിൻ താരം ഇപ്പോൾ വരുന്നേ ഉള്ളൂ, നമ്മൾ വെള്ളക്കടലയില്ലേ, അതൊരു 3-4 മണിക്കൂർ കുതിർത്ത് വെച്ച് കുക്കറിലിട്ട് വേവിച്ച് ഒരു അരിപ്പയിലിട്ട് അതിൻ്റെ വെള്ളം പൊക്കുക. എന്നിട്ട് അതിലേക്ക് മിക്സ് ചെയ്യുക. കറിക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കുതിർത്തുമ്പോൾ ഇല്ലേ കുറച്ച് എക്സ്ട്രാ കുതിർത്തി വെച്ചത്. ഞാനിവിടെ ഒരു 200 ഗ്രാം കടലാട്ടോ എടുത്ത്, 200 ഗ്രാമിന് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇൻ കേസ് ആ ഒരു കോട്ടിങ് കുറച്ചൊരു വാട്ടറി പോലെ തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് കോൺഫ്ലോർ ഇട്ടിട്ട് ഒന്നും കൂടി അതിനെ നമുക്കൊരു കോട്ടിങ് കൊടുക്കുന്നൊരു ഫീല് വരൂലേ, അങ്ങനെ ആക്കുക. അല്ലെങ്കിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിവിടെ കുറച്ച് കോൺഫ്ലവർ ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിരുന്നു. കണ്ടോ, ഇതാ ഈ ഒരു തിക്നെസ്സിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടി. പിന്നെന്താ, ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു 30 മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല. ആദ്യം എണ്ണ ചൂടാക്കുക, നമ്മൾ ഓയിൽ. അതിലേക്ക് ഇത് മസ്റ്റ് സ്റ്റെപ്പാട്ടോ, നമ്മൾ വെളുത്തുള്ളി നല്ലോണം തോലോടെ കഴുകിയിട്ട് അതൊന്ന് തുടച്ച് വെള്ളം മാറ്റി അതിനൊരു സ്ലിറ്റ് കൊടുത്തിട്ട് ഈ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ചെയ്യുന്നത് ആ ഒരു ഓയിലിന് നല്ല ഗാർലിക്കിൻ്റെ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ, കടല ഫ്രൈ ചെയ്യാനിടുക. ഇത് ശരിക്കും നമ്മൾ ബോംബെ സൈഡിലൊക്കെ ധാബയിൽ ഫ്രീ ആയിട്ട് സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്ന, ഫ്രീ ആയിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് മാത്രം കഴിച്ചിട്ട് വരാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അധിക സ്ഥലത്തും നമ്മൾ ഫ്രഷ് ചിക്കൻ പറഞ്ഞിട്ട് എത്ര kg വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുക. അപ്പം നമ്മൾ വെറുതെ ബോറടിച്ചിരിക്കുമ്പോൾ കഴിക്കാൻ വേണ്ടി കിട്ടുന്ന സാധനം കേട്ടോ. പക്ഷെ അടിപൊളി ആയിട്ടാണ്, ഇത് തന്നെ കഴിച്ചിട്ട് നമ്മളെ വയറ് ഫീലാവും. അപ്പോൾ ഇതാണ് പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. സത്യം പറയാലോ, അതേ ടേസ്റ്റ് എനിക്ക് കിട്ടിയിരുന്നു. ഈ വെളുത്തുള്ളി ആരും കളയരുത് കേട്ടോ, തൊലി മാറ്റിയിട്ട് അതിനുള്ളിലത്തെ വെളുത്തുള്ളി കഴിക്കാൻ അടിപൊളി ഫ്ലേവറാണ്. പിന്നെ ഗ്യാസും കയറൂല, കടലയാണല്ലോ വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ. അതായിരിക്കും ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. ഞാൻ ടേസ്റ്റ് കൊണ്ട് കഴിക്കുന്നതാണ് കേട്ടോ, ഹെൽത്ത് ഒന്നും നോക്കിയിട്ടല്ല. അപ്പോൾ ഇത് ഈവനിങ് സ്നാക്കായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടാണ്. ഞാൻ കഴിച്ചത് ബോംബെയിൽ ഭിവണ്ടിയിലെ ധാബയെന്നാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ധാബ സ്റ്റൈൽ ചെന ഫ്രൈ എന്നാണ് പറയുക. അപ്പം നല്ല അടിപൊളി ചെന ഫ്രൈ കഴിക്കണമെങ്കിൽ വേഗം ഉണ്ടാക്കി നോക്കിക്കോ, വളരെ എളുപ്പമാണ്. ഇതേപോലത്തെ റെസിപ്പീസിന് ഫോളോ മലഫിറ്റ് സ്റ്റോറീസ്.